ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസിക് കേരള PSC. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും അതിനുശേഷം വരുന്ന LDCയുടെയും LGSൻ്റെയും LP UPയുടെയും CPOയുടെയും ഒക്കെ എക്സാം കണക്കിലെടുത്തിട്ട് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് സീരീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2023ലെയും 2024ലെയും ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ളതും സ്ഥിരമായിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ആ ഒരു മേഖലയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് നിർത്തരുത്. കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം വരുന്നത് കറക്റ്റായിട്ട് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഓൺ ആക്കുക. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കോഴിക്കോടാണ്. ഓക്കെ, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. യുനെസ്കോയുടെ സംഗീത നഗര പദവി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? ഗ്വാളിയോറാണ്. ഓക്കെ, അപ്പോൾ സാഹിത്യ നഗര പദവി ലഭിക്കുന്നത് കോഴിക്കോടിനും സംഗീത നഗര പദവി ലഭിക്കുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ഗ്വാളിയാറുമാണ്. ഓക്കെ, ഇനി ചോദ്യം എന്ന് പറയുന്നത് ആൻസി സാജൻ ഏത് കായിക ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ സ്പോർട്സ് ഏത് കായിക ഇനമായിട്ടാണ് ഓരോ ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് പേജ് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻസി സാജൻ ഈ ഇടയ്ക്ക് വളരെ പ്രശസ്തമായ വ്യക്തിയാണ്. ആൻസി സാജൻ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോങ് ജമ്പ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? ടി പത്മനാഭനാണ്. കേരള ജ്യോതി പുരസ്കാരം അടുത്ത PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. നെക്സ്റ്റ് കേരള പ്രഭയാണ്. 2023 കേരള പ്രഭ പുരസ്കാരം നേടിയത് ജസ്റ്റിസ് M ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയുമാണ്. ഇവരുടെ മേഖല കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ജസ്റ്റിസ് M ഫാത്തിമ ബീവി ഒരു വക്കീലാണ്. ലോയുമായിട്ട് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കേരള ജ്യോതി നേടിയ ടി പത്മനാഭൻ എഴുത്തുകാരനാണ്, സാഹിത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2034 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യയാണ്. 2034 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യയാണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ്? ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ഏതാണ്? കോട്ടയമാണ്. അപ്പോൾ ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയം, രണ്ടാമത്തേത് തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 നവംബറിൽ ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് പാടില്ലെന്ന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഓക്കെ, ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് പാടില്ലെന്നുള്ള വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. 2023 വേൾഡ് ഫുഡ് ഇന്ത്യ ഫെസ്റ്റിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 2023 വേൾഡ് ഫുഡ് ഇന്ത്യ ഫെസ്റ്റിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായിയാണ്. ഓക്കെ, 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി കോപ്പ് ഉച്ചകോടി എന്നാണ് പറയുന്നത്. അതിൻ്റെ വേദിയായത് ദുബായിയാണ്. അടുത്ത ചോദ്യം സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? എൻ്റെ ഷോയാണ്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകം രചിച്ചതാരാണ്? MP രാജേഷാണ്. കേരള പൊളിറ്റീഷ്യനായിട്ടുള്ള MP രാജേഷാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? അപ്പോൾ ക്രിക്കറ്റിലെ ഓരോ ടൂർണമെൻറ്റുകളിലും അത് കിരീടം നേടിയ ആളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2023 സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് പഞ്ചാബാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിത സങ്കീർത്തന ദിനേശ്. ഗോവയിൽ വെച്ച് നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ ദേശീയ ഗെയിംസിൽ 37ാമത് ദേശീയ ഗെയിംസ് നടന്ന വേദി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഗോവയാണ്. ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയായിരുന്നു? 5 ആയിരുന്നു. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം രചിച്ചതാരാണ്? ടൂറിസം മന്ത്രിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പുസ്തകം പഠിച്ചു. ഏതായിരുന്നു?
MB രാജേഷ് എഴുതിയ റിപ്പബ്ലിക്കിൻ്റെ ഭാവിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നു കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം എഴുതിയത് PA മുഹമ്മദ് റിയാസ് ആണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 ആണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാടാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം ഏതാണ്? കോഴിക്കോടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യുനെസ്കോയുടെ ആദ്യത്തെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന നഗരം, ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരവും ഏതാണ്? കോഴിക്കോടാണ്. 2023 നവംബറിൽ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പദ്ധതികളൊക്കെ ചേർത്തൊരു വീഡിയോ വേറെ ചെയ്യും ഉറപ്പായിട്ടും. ഏതൊക്കെ പദ്ധതികളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ആ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതി അത് ദീപ്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 JCB പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു കാര്യമാണ് JCB പുരസ്കാരം. പെരുമാൾ മുരുകനാണ് JCB പുരസ്കാരം. 2023 ക്രിക്കറ്റ് ലോകകപ്പ്, സ്ഥിരമായിട്ട് ക്രിക്കറ്റ് ലോകകപ്പ് കഴിഞ്ഞു വരുന്ന PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 2023 ലോകകപ്പ് നേടിയത് ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ആയത് നമ്മുടെ ഇന്ത്യയാണ്. വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയാണ് നേടിയത്, റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ്, വേദിയും ഇന്ത്യയിൽ തന്നെയായിരുന്നു. പ്രഥമ MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമനാണ്. ഓക്കെ, പത്മശ്രീ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള മലയാളി കർഷകനായ ചെറുവയൽ രാമനാണ് പ്രഥമ MS സ്വാമിനാഥൻ കർഷകാശ്രയം പുരസ്കാരം ലഭിച്ചത്. 2023 G20 വിർച്വൽ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. G20 വിർച്വൽ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. 2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ. അപ്പോൾ 2023 വേദി ഇന്ത്യയായിരുന്നു. ഇനി അടുത്ത 2027 അതിൻ്റെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയും നമീബിയയും സിംബാബ്വേയും കൂടെ ചേർന്നിട്ടാണ്. അടുത്ത ചോദ്യം, പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലിയാണ്. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. അടുത്ത ചോദ്യം, കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനാകുന്ന ചലച്ചിത്ര താരം. കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനാകുന്ന ചലച്ചിത്ര താരം ഇന്ദ്രൻസ് ആണ്. ചലച്ചിത്രതാരം ആരാണ്? ഇന്ദ്രൻസ് ആണ്. അടുത്ത ചോദ്യം, പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അതിൻ്റെ ഭാഗ്യചിഹ്നം കൂടി ഓർത്തു വെച്ചേക്കുക, ഉജ്ജ്വല എന്ന കുരുവിയാണ്. അപ്പോൾ ആദ്യത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ്റ്റി സിറ്റി പദ്ധതി. ഓക്കെ, സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സേഫ്റ്റി സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് നമ്മൾ മുമ്പ് എവിടെയായിരുന്നു പഠിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് ഈ ഒരു നടപടി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തർപ്രദേശ് ആയിരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സേഫ്റ്റി സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. സംസ്ഥാനത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. വീഡിയോയുടെ കൂടെ തന്നെ പഠിച്ചു പോണേ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി വിജയകരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി എന്നുള്ള ഒരു ബഹുമതി കിട്ടിയ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച പുതിയ കലാരൂപമാണ് മിമിക്രി. ഓക്കെ, അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ഓരോ കലാരൂപങ്ങൾക്ക് അംഗീകാരം നൽകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അംഗീകാരം ലഭിച്ച ഏറ്റവും അവസാനം അംഗീകാരം ലഭിച്ച കലാരൂപം ഏതാണ്? മിമിക്രിയാണ്. ഓക്കെ, 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെ, രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്.
2024 വനിതാ ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, വനിതാ ദിനം എന്നാണെന്ന് നമുക്കറിയാം, മാർച്ച് 8-ാം തീയതിയാണ്. 2024 വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് 2024 വനിതാ ദിന പ്രമേയം. 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവേൽ മാക്രോൺ ആണ്. ഇമ്മാനുവേൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് കേട്ടോ. ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം, 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ നിയമനങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രമേ പരീക്ഷ എഴുതാൻ പോകാവൂ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത്. അടുത്ത ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കിഷോർ മഗ്വാനയാണ്. 2023 സ്കൂൾ ശാസ്ത്രോത്സവ കിരീട ജേതാവ് ആരാണ്? മലപ്പുറം ജില്ലയാണ്. ഓക്കെ, സ്കൂൾ ശാസ്ത്രോത്സവ കിരീടം നേടിയത് മലപ്പുറമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷൻ കിഷോർ മഗ്വാനയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പർ രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. പേപ്പർ രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പട്ടിക വികസന വകുപ്പിൻ്റെ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ്. ഓക്കെ, അപ്പോൾ പട്ടികവർഗം എന്ന് പറയുമ്പോൾ വനപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും പട്ടികവർഗത്തിൽ പെടുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ വനജ് എന്ന് പറയുന്നൊരു പേരെന്ന് വെച്ച് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, തെരുവ് നായകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ 2023 നവംബറിൽ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഓക്കെ, തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ 2023 നവംബറിൽ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമായത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരം ആയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കാരനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. അടുത്ത ചോദ്യം, കേരള വനിതാ ക്രിക്കറ്റിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ സിനിമാ നടി. കേരള വനിതാ ക്രിക്കറ്റിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ സിനിമാ നടി കീർത്തി സുരേഷാണ്. ഓക്കെ, കീർത്തി സുരേഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ ഭരണകൂടത്തിനുള്ള അവാർഡ് നേടിയ ജില്ല ഏതാണ്? വയനാടാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാടാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഉത്സവം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യം പറഞ്ഞു. 2023 കേരള ശാസ്ത്രോത്സവത്തിന് 1-ാം സ്ഥാനം നേടിയ ജില്ല മലപ്പുറമായിരുന്നു. പക്ഷേ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. അടുത്ത ചോദ്യം, 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. ഓക്കെ, 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. 2021 71ാം ലോക സുന്ദരി പട്ടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവയ്ക്കാണ്. ക്രിസ്ത്യാന പിസ്കോവയാണ് 2021 71ാം ലോക സുന്ദരി പട്ടം നേടിയത്. ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീട ജേതാവ് ജർമ്മനിയാണ്. ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീട ജേതാവ് ആരാണ്? ജർമ്മനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം സ്ഥാപിതമായത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ കൊട്ടാരക്കരയാണ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സുനിൽ ഛേത്രിയാണ്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? സുനിൽ ഛേത്രിയാണ്. 200 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. നമുക്കറിയാം, മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 200 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ. അതിൻ്റെ ഡയറക്ടർ ആരാണ്? ചിദംബരമാണ്. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഡയറക്ടർ ആരാണ്? ചിദംബരമാണ്. പന്നിയുടെ കിഡ്നി മനുഷ്യരിലേക്ക് വിജയകരമായി മാറ്റിവെച്ച രാജ്യം ഏതാണ്? പന്നിയുടെ കിഡ്നി മനുഷ്യരിലേക്ക് വിജയകരമായി മാറ്റിവെച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 IQ എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? IQ എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. ഓക്കെ, അടുത്ത ചോദ്യം, നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് നൗസേന ഭവൻ എന്നാണ്. നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് നൗസേന ഭവൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക വഹിക്കുന്ന കായിക താരമാരാണ്? ശരത് കമാൽ അജന്തയാണ്. ശരത് കമാൽ അജന്തയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത്. ഓക്കെ, ഏത് സംസ്ഥാനത്തെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകിയത്? തെലങ്കാനയാണ്. ഓക്കെ, അപ്പോൾ തെലങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പാറ്റ്നയിലാണ്. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ലഹരി മരുന്നുകൾ അനധികൃതമായി രാജ്യത്തേക്ക് കടത്തുന്നത് തടയാൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സമുദ്രഗുപ്തയാണ്. ഓക്കെ, അപ്പോൾ ലഹരി മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്ത് അനധികൃതമായൊരു കടത്ത് തടയാനായിട്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ ദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. 2023 നടന്ന ദേശീയ ഗെയിംസിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2023 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗോവയായിരുന്നു. 38ാമത് ദേശീയ ഗെയിംസ് ആണെങ്കിൽ ഉത്തരാഖണ്ഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 4-നാണ്. ഓക്കെ, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. ഓക്കെ, 2023 ജൂലൈ 14-നാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ഇറങ്ങിയതെന്നാണ്? ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ഓക്കെ, അപ്പോൾ 2023 ജൂലൈ 14-ന് ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നു. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രനിൽ ഇറങ്ങുന്നു. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് അന്ന് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23-ആണ്. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23-ആണ്. ഓക്കെ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ്, KYC, നോ യുവർ കാൻഡിഡേറ്റ്. അവസാന ചോദ്യമാണ്, 2024 ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി. 2024 ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ, ലഡാക്ക്, ഗുൽമാർഗ്. ഓക്കെ, ലേയും ലഡാക്കും ഗുൽമാർഗുമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോസ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഷോർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.